ഹായ് മൈനേഴ്സ്, ഇന്ന് എടുക്കാൻ പോകുന്നത് വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സിൽ പാർട്ട് 8 ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാമേ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ച് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. എനിക്ക് അറിയാനായിട്ട് പറ്റും ഞാൻ എവിടെയാണ് മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ അത്ര പോരാ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് എന്നിട്ട് നിങ്ങൾ എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക്? അപ്പോൾ നിങ്ങൾ വന്നിട്ട് ആദ്യമേ തന്നെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ ഇടുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് അറിയാനായിട്ട് പറ്റും ഞാൻ എവിടെയാണ് മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ മിസ്റ്റേക്ക് ചെയ്ത ഉറപ്പായിട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് റോൾ ഓഫ് റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ ആൻഡ് ബ്ലോക്കിംഗ്, പിന്നെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്, പിന്നെ എക്സ്പ്ലെയിൻ കൺഫൗണ്ടിങ് ഏരിയ സ്ട്രക്ചർ ഇൻ ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ. ഓക്കെ, അപ്പം ഈ റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ റാൻഡമായിട്ട് എന്താ പറയുക സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ വെറുതെ അങ്ങ് എന്താ പറയുക ഫുട്ബോൾ ട്രയലൊന്നും കളിക്കാതെ ജസ്റ്റ് ഒന്ന് ഫീൽഡിലോട്ട് വിടുന്നു, അതിന് പറയുന്നതാണ് റാൻഡമായിട്ട് വിടുന്നു. ഓക്കെ, കളിക്കാനായിട്ട്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നിച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. Role of randomization ensures that the assessment of experimental unit to different treatments is done without bias. This helps in reducing the impact of confounding variabilities and ensures that the group being compared are കേപ്പബിൾ. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ എന്താ പറയുക ഫുട്ബോളിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഫുട്ബോൾ അല്ലെങ്കിൽ ഡാൻസ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഒരു ക്ലാസ്സിൽ നിന്ന് എന്താ പറയുക ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് ABCDE വരയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഒരു നന്നായിട്ട് കളിക്കുന്ന പിള്ളേർ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇവരെ കളിക്കാനായിട്ട് വിടും. എന്നിട്ട് ഇവരിൽ ഏത് പിള്ളേരാണ് രണ്ടുപേർ കളിക്കുന്നത് അവരെ ആയിരിക്കും വന്നിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡിവിഷനിൽ നിന്നും രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരെ ഡയറക്റ്റായിട്ട് ഫീൽഡിലോട്ട് വിടുക. ഒരു ട്രയലും കൊടുക്കാതെ ഡയറക്റ്റായിട്ട് ഫീൽഡിലോട്ട് വിടുകയാണ് മറ്റുള്ള ടീമുമായിട്ട് കളിക്കാനായിട്ട്. അപ്പോൾ എന്താവും? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താവും. അപ്പം ഇങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ എന്താ പറയുക എക്സ്പെരിമെൻ്റ് കൊടുക്കുന്നതിന് പറയുന്നതാണ് റാൻഡമൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റോൾ ഓഫ് റെപ്ലിക്കേഷൻ. ദിസ് ഇൻവോൾവ് repeating an experiment multiple times to obtain more reliable result by conducting multiple trials. Researchers can account for variability and assess the consistency for their findings. റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറയാം. ഞാൻ ചെയ്ത എക്സ്പെരിമെൻ്റ് വന്നിട്ട് സോളാർ പാനലിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ശരി, ഞാൻ ഫുട്ബോൾ തന്നെ നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മളൊരു 10 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. 10 പേരെ സെലക്ട് ചെയ്തിട്ട് ഇവരെ കൊണ്ട് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം, ഒരു 10-11 പ്രാവശ്യം തന്നെ നന്നായിട്ട് ഫീൽഡിൽ കളിപ്പിക്കണം. മനസ്സിലായി? ഫീൽഡിൽ കളിപ്പിക്കണം. അവർക്ക് ആ ഒരു ഗോൾ അടിക്കാനായിട്ടുള്ള പാകത്തിന് അവർക്ക് കളിക്കാനായിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കണം. ഓക്കെ, പിന്നെയും നമ്മൾ കൊടുക്കുന്നു ഇവർക്ക് ടെസ്റ്റുകളും അവരെ കൊണ്ട് ആ ഒരു എന്താ പറയുക ഫുട്ബോൾ ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താവും, ഇവർക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗോളിലോട്ട് ബോൾ ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും വരും, അവർക്ക് ആ ഒരു കേപ്പബിലിറ്റി വരും. ഓക്കെ, അതിന് പറയുന്നതാണ് റെപ്ലിക്കേഷൻ. ഓക്കെ, റെപ്ലിക്കേറ്റ് പിന്നെയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ റിസർച്ചേഴ്സിന് വന്നിട്ട് ഇപ്പോഴത്തെ റിസർച്ചേഴ്സിന് വന്നിട്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ട് വരത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെയും ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതിന് പറയുന്നതാണ് റോൾ ഓഫ് റെപ്ലിക്കേഷൻ. മീൻസ് അതിൻ്റെ ഒരു റോൾ റെപ്ലിക്കേഷൻ ചെയ്താൽ എന്താവും അതിൻ്റെ റോൾ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റോൾ ഓഫ് ബ്ലോക്കിംഗ്. ഒരു മിനിറ്റ്. ഓക്കെ, പറയാം. റോൾ ഓഫ് ബ്ലോക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ blocking is a technique to control known sources of variability that might affect the outcome.
By grouping similar experiment units into a block, researchers can reduce the impact of certain factors that could influence the result. എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ഓക്കെ, എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നമ്മൾ റാറ്റിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് വെച്ചു. എന്ത് എക്സ്പെരിമെന്റ്? റാറ്റ് വളരാൻ വേണ്ടി നമ്മൾ ഒരു എന്താ ഫ്ലൂയിഡ് കണ്ടുപിടിച്ചു. അപ്പോൾ അത് വന്നിട്ട് അതിൻ്റെ ഓരോ കണ്ടൻസും നമ്മൾ എന്താ പറയുക റെപ്ലിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടുപിടിച്ചു. പക്ഷേ ഇത് എങ്ങനെയാണ് മീൻസ് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മരിച്ചു പോവില്ലയോ എന്ന് അറിയത്തില്ല, മീൻസ് അത് അത്ത് പോവില്ലയോ എന്ന് അറിയത്തില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 2 റാറ്റ്സിൽ വന്നിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ്റെ അളവ് കുറച്ചിട്ടായിരിക്കും ഒഴിക്കുന്നത്. അടുത്ത 2 റാറ്റ്സ് അളവ് കുറച്ചുകൂടി കൂട്ടിയിട്ടായിരിക്കും ഒഴിക്കുന്നത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫുൾ ഡോസ് ഉള്ള എന്താ പറയുക ഒഴിക്കും. അപ്പോൾ ഇവരെ എല്ലാം വന്നിട്ട് കുറച്ച് ഡോസ് ഉള്ളവർ ഒരു ബ്ലോക്കിലാക്കും, കുറച്ചുകൂടെ ഡോസ് ഉള്ളവർ ഒരു ബ്ലോക്കിൽ, അങ്ങനെ ഓരോ ഡോസ് കൂടുന്നവരും ഓരോ ബ്ലോക്കിലും ഓരോ റാറ്റ്സിനെ ഇടും. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിന് പറയുന്നതാണ് ബ്ലോക്കിംഗ്. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കും. മനസ്സിലായി? അപ്പം എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇവര് ഏതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത് അല്ലേ. അപ്പം കറക്റ്റ് ആയിട്ട് ഏത് റാറ്റിനാണോ അല്ല ഏത് 2 റാറ്റ് നമുക്ക് കൊടുത്തില്ല, ഇപ്പം ലാസ്റ്റ് റാറ്റ് വന്നിട്ട് ചത്തുപോയില്ലോ എന്ന് പറഞ്ഞു. ഇപ്പം ചത്തുപോയി കഴിഞ്ഞാൽ എന്താവും? അതുങ്ങളെ ആ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കും. ഓക്കെ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഈ ഒരു നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് യൂസ്ഡ് ഇൻ എക്സ്പെരിമെന്റേഷൻ ടു പ്ലാൻ, കണ്ടക്ട്, അനലൈസ് ആൻഡ് ഒപ്റ്റിമൈസ് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, എന്താന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേയിൽ പഠിച്ചിട്ടുണ്ട് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ ചെറിയ ഒരു എന്താ പറയുക, നമ്മൾ ചെയിൻ വെക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു എറർ വരും, ഒരു 0.5 ആണെന്ന് വെച്ചാൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാർട്ട് ഹോൾ ടു പാർട്ട് അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. പാർട്ട് ഹോൾ ചെയ്യുമ്പം ഈ ഒരു സിസ്റ്റമാറ്റിക് എറർ കുറച്ച് വന്ന എറർ വന്നിട്ട് അത് നമ്മൾ എന്താ പറയുക, അത് ചെറിയൊരു പ്ലോട്ട് മെഷർ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു 0.1 ഡിഫറൻസ് വന്നു. അത് കഴിഞ്ഞ് ആ ഒരു പ്ലോട്ട് വലുതാക്കിയിട്ട് നമ്മൾ ഒരു ആ ഒരു പ്ലോട്ടിൽ നിന്ന് വെളിയിലോട്ട് പോയി അതേ ഷേപ്പിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇതേ സെയിം എറർ തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് മീൻസ് കൂടുന്നു എന്ന് പറയുന്നതാണ്. ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് പറയുന്നത്. ആ ഒരു എക്സ്പെരിമെന്റേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അത് അനലൈസ് ചെയ്യും, ഒപ്റ്റിമൈസ് ചെയ്യും. ഓക്കെ, പിന്നെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ഹെൽപ്സ് researchers efficiently explore various factors that might outcome of an experiment and identify most important factors that allows better understanding interaction before variables, reducing trial and error method. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ റാൻഡം ആയിട്ടാണോ, നേരത്തെ നോക്കിയപ്പോൾ റാൻഡം ആയിട്ടാണോ സെലക്ട് ചെയ്തത്? അല്ല, നമ്മൾ അതിൻ്റെ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ കാണും അല്ലേ. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിൽ എത്ര നമുക്ക് മൈദ വേണം, എത്ര മുട്ട വേണം, എത്ര എന്താ പറയുക അല്ല എത്ര ബട്ടർ വേണം, എത്ര എന്താ പറയുക പഞ്ചസാര വേണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ആദ്യമേ ചെയ്യും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പം ഈ ഒരു കാര്യത്തിന് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യും. ഓക്കെ, ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു മാവ് ഇപ്പം നമുക്കൊരു 100 ഗ്രാം ആണ് മൈദ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടെ തന്നെ നമുക്ക് എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര കണ്ടന്റ് ഓഫ് എഗ്ഗ് വേണം, എത്ര കണ്ടന്റ് ഓഫ് ഷുഗർ വേണം, എത്ര കണ്ടന്റ് ഓഫ് ബട്ടർ വേണം, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെരിമെന്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് മീൻസ് ആദ്യമേ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതാണ് DOയുടെ ഒരു പ്രത്യേകത. പക്ഷെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഒരു 100 ഗ്രാം നമ്മളൊരു 6-7 മുട്ട എടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ പഞ്ചസാര ഇടുക. അപ്പോൾ എന്താവും? ഈ കേക്കിന് ടേസ്റ്റും വരത്തില്ല, അതുപോലെ തന്നെ കേക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് അടന്ന് വരത്തുമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് നമ്മൾ അടുത്ത പ്രാവശ്യം ഈ ഒരു കേക്ക് ഒന്നും കൂടെ ചെയ്യും. മനസ്സിലായോ? ഒന്നുകൂടെ ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് വരുമോ ഇല്ലയോ നോക്കും.
ഓക്കെ, അപ്പം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ട്രയൽ ആൻഡ് എററിന്റെ ആവശ്യമേ ഇല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പം നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരും എന്നാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പ്ലെയിൻ കൺഫൗണ്ടിങ് ഏരിയ സ്ട്രക്ചർ ഇൻ ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ. ഓക്കെ, ഇൻ fractional factorial design, confounding refers to the situation two or more factor interaction cannot be distinguished with one another because they are confounded. This is a direct result using only fraction of full factorial design which serves resources but leads to some loss of information. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കണ്ട എ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ അത് വന്നിട്ട് ബി ആൻഡ് സിന് ഈക്വൽ ആണെന്ന് വെച്ചു, ബി സിന് ഈക്വൽ ആണ്. അപ്പം ഈ ഒരു ബിയും സിയും വന്നിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റില്ല, മനസ്സിലായി? അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അതിലുണ്ടാവുന്ന ആ ഒരു എമൗണ്ട് ഓഫ് എന്താ പറയുക, മൈദ, ഷുഗർ, മുട്ട, ഇതെല്ലാം എഗ്ഗെല്ലാം വന്നിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് തരംതിരിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തരംതിരിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് റിസോഴ്സസ് സേവ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഇതിൽ കുറച്ച് ഇൻഫോർമേഷൻ ഇതിൽ നിന്ന് ലോസ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാമാണ് വന്നിട്ട് പറയുന്നത് ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ, ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ, ഡിസൈൻ റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all possible combination of factors and their levels are tested in full factorial design. This allows for estimation of all main effects and interaction independently. Okay, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന ആ ഒരു ഫാക്ടോറിയൽ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് അതിൽ എത്ര എഫക്റ്റ് ഉണ്ട് എന്ന ഇൻട്രാക്ഷൻ വന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, എ ബി സി എല്ലാം വന്നിട്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ. ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ യൂസസ് ഓൺലി സബ്സെറ്റ് റൺസ് ഓഫ് ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ. This approach reduces the number of experiments needed but introduces confounded between some effects. Okay, ഫ്രാക്ഷൻ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം ഫുൾ ഫാക്ടോറിയൽ ഡിസൈനിൽ ഒരു 1 2 3 4 5 6 7 8 9 10 വരെയ്ക്ക് എടുക്കാം. അതിൽ കുറച്ച് ഭാഗം മാത്രമേ വന്നിട്ട് എന്താ പറയുക, നമ്മൾ ഫ്രാക്ഷൻ ഫാക്ടോറിയൽ ഡിസൈനിൽ എടുക്കുന്ന സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് 1 2 3 4 5 വരെയ്ക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് വന്നിട്ട് മീൻസ് ആ ഒരു നമുക്ക് ഓൾറെഡി നമ്മൾ 10 വരെയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചു, അതിന് 5 വരെയ്ക്ക് ആ ഒരു ഫുൾ ഫാക്ടോറിയൽ 5 വരെയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഈ അപ്രോച്ച് കാരണം നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ അത് വന്നിട്ട് നമുക്ക് കൺഫൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മീൻസ് ആ ഒരു സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈനിൽ വരണേ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കൺഫൗണ്ടിങ് ഏലിയ സ്ട്രക്ചർ. ഓക്കെ, ഏലിയാസ് പറഞ്ഞതിന് 2 or more effects are said to be alias of each other if they are confounded. മീൻസ് ഒന്നോ അല്ല രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വന്നിട്ട് എഫക്ട്സ് വന്നിട്ട് ഏലിയാസ് മീൻസ് ബി സി വന്നിട്ട് ഒരു ഫോൾസ് എഫക്റ്റ് ആണ്, എ വന്നിട്ട് ഒരു മെയിൻ എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വന്നിട്ട് എഫക്ട്സ് വന്നിട്ട് ഏലിയാസ് ഓഫ് ഈച്ച് അതർ കൺഫൗണ്ട് മീൻസ് ആ ഒരു ബി ആൻഡ് സി വന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. എ ഈക്വൽ ടു ബി ആൻഡ് സി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ദ മെയിൻ എഫക്ട് എ ഈസ് ഏലിയാസ്ഡ് ദ ഇൻട്രാക്ഷൻ എഫക്ട് ഓഫ് ബി ആൻഡ് സി, you cannot distinguish whether the change in response in due to factor A or interaction of factors B and C. Okay, A വന്നിട്ട് ഇപ്പം ചേഞ്ച് ആവുമെന്ന് വെച്ചോ, എ വന്ന് ചേഞ്ച് ആവുകയാണെങ്കിൽ ഇതിൽ ബി ആൻഡ് സിയിൽ ഏതാണ് ചേഞ്ച് ആവുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ബി ആണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചോ, അപ്പോൾ എയും ചേഞ്ച് ആവും, സി വന്നിട്ട് ചേഞ്ച് ആയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇവിടെ ഏലിയസിൽ പറയുന്നത്. ഓക്കെ,
ഇതിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ of a design describes which effects are confounded with each other. It is a critical to understand the alias structure because it tells you the effects of estimated independently and which cannot. Okay. ഒരു സ്ട്രക്ചർ വന്നിട്ട് കൺഫൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീൻസ് എ ഈക്വൽ ടു ബി എൻ ബി സി എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അത് പക്ഷെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് മീൻസ് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. ഓക്കെ, ഇത് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എ പ്രത്യേകം കണ്ടുപിടിക്കണം, എ ബി എൻ സി ആണെന്ന് വെച്ചാൽ അപ്പോൾ ബി പ്രത്യേകം കണ്ടുപിടിക്കണം, സി പ്രത്യേകം കണ്ടുപിടിക്കണം, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈൻ റെസൊല്യൂഷൻ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ നോക്കിയത് ചെറിയ 2 ഡിസൈൻ റെസൊല്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 3 എണ്ണം കൂടെ ഉണ്ട്. The resolution of fractional factorial design indicates the degree of confounding among main effects and interaction. Okay, main effectsഉം interaction തമ്മിലുള്ള ആ ഒരു കൺഫൗണ്ടിങ്ങിനെ പറ്റിയാണ് ഇവിടെ റെസൊല്യൂഷൻസിൽ പറയുന്നത്. റെസൊല്യൂഷൻ 3ൽ പറയുന്നത് main effect are confounded with 2-factor interaction and 2-factor interaction may be confounded with each other. Okay, അപ്പോൾ മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എ ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു എ വന്നിട്ട് ബി ആൻഡ് സി മീൻസ് ആ ഒരു 2-factor ഇൻട്രാക്ഷനുമായിട്ട് വന്നിട്ട് ഇൻട്രാക്ഷൻ വന്ന് 2 മീൻസ് ബി സി എന്നുണ്ടല്ലോ, അതാണ് ഇൻട്രാക്ഷൻ. ഓക്കെ, പക്ഷെ 2-factor ഇൻട്രാക്ഷൻ മീൻസ് ബി സി വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് കൺഫൗണ്ടഡ് വിത്ത് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് resolution 4. Main effect are not confounded with 2-factor interaction, but 2-factor interaction are confounded with other 2-factor interaction. Okay, main effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ആൻഡ് സി എന്നല്ലേ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എ വന്നിട്ട് ബി സിന്റെ കൂടെ കൺഫൗണ്ട് ആവത്തില്ല. പക്ഷേ ഈ ഒരു ബി സിയുടെ ഇൻട്രാക്ഷൻ വന്നിട്ട് വേറെ 2 ഇൻട്രാക്ഷൻ മീൻസ് സി ഡി അല്ലെങ്കിൽ സി അല്ല ഡി ഇ എഫ് അങ്ങനെയുള്ളതിന് വന്നിട്ട് ഇത് കൺഫൗണ്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് റെസൊല്യൂഷൻ 5. മെയിൻ എഫക്റ്റ് ആൻഡ് 2 interaction are not confounded to each other, but 2-factor interaction are confounded to 3-factor interactions. ഓക്കെ, മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ബി സി എന്നല്ലേ പറയുന്നത്. അപ്പം എ വന്നിട്ട് ബി സി ആയിട്ട് കൺഫൗണ്ട് ആവത്തില്ല. അതുപോലെ തന്നെ ബി സി വന്നിട്ട് ഡി എഫിൻ്റെ കൂടെ ഇൻട്രാക്ഷൻ ആവത്തില്ല. പക്ഷേ ഈ ഒരു ബി സി വന്നിട്ട് 3 ഫാക്ടർ ഇൻട്രാക്ഷനിൽ പോകും. മീൻസ് എഫ് ജി എച്ച് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു, 3 എണ്ണം. അതിൻ്റെ കൂടെ ഇതൊന്ന് കൺഫൗണ്ട് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇതൊരു ചെറിയൊരു എക്സാമ്പിള്. ഇപ്പോൾ ഒരു 2⁻³ ഫാക്ടോറിയലിൽ വന്നിട്ട് ദ ഫാക്ടേഴ്സ് എ ബി സി ഉണ്ട്. ഓക്കെ, അപ്പം എ ബി സി ഉള്ളത് കൊണ്ട് തന്നെ 3-factor എക്സ്പെരിമെൻറ്റ്. അപ്പോൾ 2⁻³ എത്രയായിരിക്കും വരുന്നത്? 8 runs ആയിരിക്കും. ഓക്കെ, അപ്പം അതിന് നമ്മൾ ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ ആകുമ്പോൾ അതിൻ്റെ ഒരു ഹാഫ് റെസൊല്യൂഷനാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? 2⁻³ - 1. അപ്പോൾ 2⁻² ആയിരിക്കും. അത് വന്നിട്ട് 4 runs ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു ജനറേറ്റർ. ഓക്കെ, ആ ജനറേറ്റർ എ ബി സി ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് മീൻസ് എ ബി സിന് കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് +1 അല്ലെങ്കിൽ -1 കിട്ടണം. അപ്പോൾ അങ്ങനെയാകുമ്പം എ വന്നിട്ട് ബി സിയുടെ കൂടെ ഏലിയാസ് ആയിരിക്കും, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി സി. ബി വന്നിട്ട് എ സിയുടെ കൂടെ ഏലിയാസ് ആയിരിക്കും, ബി ഈക്വൽ ടു എ സി. സി വന്നിട്ട് എ ബിയുടെ കൂടെ ഏലിയാസ് ആയിരിക്കും, സി ഈക്വൽ ടു എ ബി. ഓക്കെ, ഈ ഒരു ശരി, ദിസ് ഏരിയ സ്ട്രക്ചർ indicates that if you observe an effect, you cannot determine whether it is due to the main effect of a 2-factor interaction. Okay, നമുക്ക് ഒരിക്കലും മനസ്സിലാവാൻ പറ്റത്തില്ല ഇത് വന്നിട്ട് 2-factor മീൻസ് ഇപ്പം എ ഈക്വൽ ടു ബി സി ആണ്, ഇപ്പോൾ വന്നിട്ട് ബി ഈക്വൽ ടു എ സി ആണ്. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പം എ ഈക്വൽ ടു ബി സി ആണോ അതോ ബി ഈക്വൽ ടു എ സി ആണോ സി ഈക്വൽ ടു എ ബി ആണോ എന്ന് അറിയാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് explain residual plots and adequacy checking
ടു ടൈപ്സ് ഓഫ് എറർ ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് കാണാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഏത് പോർഷൻ ആണെന്ന് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഭാഗം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ എക്സാംസ്.